മിനിക്കോയില്. എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട് നല്ല, പക്ഷെ സങ്കടമുണ്ട്. പോണേയാണല്ലോ ഈ 1 വീക്ക് ഞാനിവിടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോണേന്ന്. എനിക്കിവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായി. നല്ല വെയിലുണ്ട്, സൺബേൺ ആവും, സൺടാൻ ആവും, പക്ഷെ എന്നാലും ചൂട് കുറവാണ് കമ്പാരിറ്റീവ്ലി ടു കൊച്ചി. ചൂട് ഭയങ്കര കുറവാണ്. 28 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ എപ്പോഴും നിൽക്കണം. കൊച്ചിയിലാണെങ്കിൽ നോ പ്രോബ്ലം. നമുക്ക് നെക്സ്റ്റ് ഇയറും ഈ ടൈമും കൂടി വിസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ എന്തായാലും വരേണ്ടി വരുമല്ലോ. അങ്ങനെ നമ്മളിപ്പോ 20 ബെഡ്സിലാണ് ഉള്ളത്. ഇവിടെ ഫുള്ള് ഓണാഘോഷം പരിപാടികളായി. ഇവിടെ ഇന്ന് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. മിനിക്കോയിലും കംപ്ലീറ്റ്ലി ഇത്രയും ഒരു ഇസ്ലാം ഐലൻഡായിട്ടും ഇവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ഓണം ഇവിടെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷമുണ്ട് ഒരുപാട്. ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടേക്കണ്. ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കണ്ട. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ഈ സാൻഡൊക്കെ ഉള്ളിടത്തും ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് ഡ്രൈ ആയി ഒരു ഇത്ര ഏരിയ മാത്രമായിട്ടാണ് വാട്ടർ. ഇതാണ് മിനിക്കോയ് ഐലൻഡിൻ്റെ വേറൊരു എൻഡ്. ബട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയതാ ഇങ്ങനെ മിനിക്കോയ് ഐലൻഡിൻ്റെ തന്നെ പാർട്ടാണ്. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡാട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പോയത്. ഇന്നിവിടെ നല്ല തിരക്കുണ്ട്. ഇന്നലെ ആരും ഉണ്ടായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലൈറ്റ് ബ്ലൂ കളർ സീ ഒക്കെ ലഗൂൺ, ഡാർക്ക് ബ്ലൂ കളറുള്ളത് നല്ല ഡെപ്തുള്ള സീ ആണ് കേട്ടോ. അത് ഓപ്പൺ സീ എന്നാണ് ഇവർ പറയുന്നത്. ലഗൂണിൽ നമുക്ക് ഇറങ്ങാനും ഇറങ്ങി നിൽക്കാനും ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട്. പക്ഷേ ഡാർക്ക് ബ്ലൂവിൽ ഭയങ്കരമായിട്ട് വേവ്സ് അടിക്കും. അതിൻ്റെ ഉള്ളിൽ ഫുൾ കോറൽസ് ആയിരിക്കും. നല്ല രസമാണ്. ഫുള്ള് കല്ലുകളും കോറൽസ്. ഇന്നലെ എൻ്റെ കാലൊക്കെ ചെന്ന് ഏതൊക്കെയോ കല്ലുകളിലൊക്കെ ചെന്ന് ഇടിച്ച് പൊട്ടിയിട്ടുണ്ട് ഫുള്ള് കാലൊക്കെ. അത് വേറെ കാര്യം. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്നലെ എത്രയോ ഒരു 4-5 ഹവേഴ്സോളം വെള്ളത്തിൽ തന്നെയായിരുന്നു. വ്യൂ നോക്ക്, നല്ല മഴ വരുന്നുണ്ട്. മഴ തുടങ്ങിയിട്ട് നല്ല മഴ. അവിടെ തകർത്തോണ്ടിരിക്കണേ. മഴ കൂടി പോട്ടെ, ഓടട്ടെ ഇറങ്ങി. ഇപ്പോൾ ടൈം 6:15 കഴിഞ്ഞു. ഇത്രയും നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ സ്നാക്കൊക്കെ എത്തി. നമ്മുടെ തമ്പ്ര പൊടി അപ്പം. ഇത് വേറൊരു സ്നാക്ക് ഇട്ടാ, ബിസ്ഫുള്ളാന്ന് അതിനെ പറയുന്നത്. ചെറിയൊരു സ്വീറ്റ് ഐറ്റം. ഇത് ഫിഷ് ഫില്ലിംഗ് ആയിട്ടുള്ള പപ്സ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതാണ് നമ്മുടെ ജഹാദോണിയുടെ ചെറിയ മോഡൽ ഇട്ടാണ്. അന്ന് ഞാൻ കാണിച്ചപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഈ ഒരു എൻഡ് വന്നിട്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും. നെക്സ്റ്റ് എൻഡ് വന്നിട്ട് ഇങ്ങനെ ഷാർപ്പായിട്ട് വരും. ഞാൻ നാളെ പോണേണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് ഇവിടുത്തെ ബോളി കുറേ തന്ന്, കുറേ എന്താ പറയണ ഷെല്ലും കാര്യങ്ങളും തന്ന്, പിന്നെ ഇതാ സ്നാക്കൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ സ്നാക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എവിടെ അപ്പച്ചി? ശുക്രിയ. ശുക്രിയ. ധനി. അപ്പൊ ഞാൻ പോണേണെന്ന് പറഞ്ഞപ്പോ എനിക്കിതാ സ്നാക്സും ഇവിടുത്തെ പൊളിയൊക്കെ കുറെ തന്നിട്ടുണ്ട്. താങ്ക് യു അപ്പച്ചി. താങ്ക് യു അപ്പച്ചി. താങ്ക് യു ഷാമില. താങ്ക് യു. ഞാൻ നാളെ പോണേണ്. താങ്ക് യു. താങ്ക് യു. ഞാൻ പോയിട്ട് സങ്കടം ഉണ്ടോ? ഇല്ല. എന്തിനാണ് പിന്നെ എപ്പോഴേലും കാണണമെങ്കിൽ വരുമ്പോ. എല്ലാരും എന്താ ഇപ്പൊ ഫുഡൊക്കെ മേടിച്ച് പാഴ്സൽ ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ വന്നിരുന്ന് കഴിക്കണേ. ഞാൻ നാളെ പോകുന്നത് സംബന്ധിച്ച് എനിക്കിതാ ഫാസില ഗിഫ്റ്റ് ചെയ്തു ഇത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി ആയത് കിട്ടിയപ്പോൾ. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത്. ഇപ്പോൾ എൻ്റെ 9th ഡേ ഇൻ ലക്ഷദ്വീപ് മിനിക്കോയ് ഐലൻഡാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് എനിക്ക് ഷിപ്പ്
സെറ്റപ്പ്. ഞാനിപ്പോൾ ഇവിടെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നേക്കാം. അപ്പോൾ ബോളി എങ്ങനെയാണ് മണ്ണിൻ്റെ അടി കുഴിച്ച് വെച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതെപ്പോൾ എടുത്ത് ഈ ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ സമയമാവും. ഞങ്ങളിപ്പോൾ ഹൈറ്റൈഡായിരുന്നു തോന്നുന്നു. ഒന്നും ഹൈറ്റൈഡിൽ പോയാൽ കിട്ടുന്നില്ല. ഇതിൻ്റെ ഉള്ളിലത് പോയിട്ടുണ്ടാവോ? ആ പോയിട്ടുണ്ടാവും. എത്ര ദിവസം വെക്കണം പോവാൻ? 15 ദിവസം, പിന്നെ ഒരു മാസം വരെ. ഇതിപ്പോ എത്ര ദിവസമായി? ഇതിലെ ഒരു മാസമായി. നല്ല ഷൈനിങ്. ഇപ്പോ അവിടെ അപ്പച്ചിയുടെ വീട്ടില് എല്ലാവരും ഉണ്ടായില്ല, അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നേരാട്ടോ. അവരെ യാത്രയൊക്കെ പറയണല്ലോ ലാസ്റ്റ് ഡേ അല്ലേ. ഹലോ ഹലോ, ഞാൻ പോട്ടെ. മീൻ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് കേട്ടോ. ഫിഷൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് എന്താ ഇവിടെ ചെയ്യണ? ഇതില് കൊണ്ടുവന്നിട്ട് ബോയിൽ ചെയ്യോ? കൊറേ ഉണ്ടാവില്ല. ഓ, അതിന്റെ അടിയിൽ അടുപ്പില് ഇട്ട് ഫിഷ് പിടിച്ചോണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് പിന്നെ സ്മോക്ക് ചെയ്ത് കൂട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫിഷിനൊന്നും സ്മെല്ലില്ലാത്ത, ഇവിടുത്തെ ഡ്രൈ ഫിഷിനൊക്കെ. നമ്മുടെ ഇവിടെ ഡയറക്റ്റ് ക്ലീൻ ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കണതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോണത്. പിന്നെ എന്താ ഭയങ്കര ബാഡ് സ്മെല്ലും. ഇവിടെ അങ്ങനെ ചെയ്യണോണ്ട് ഷെൽഫ് ലൈഫും കൂടുതലാണ്. ബാഡ് ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഞാൻ നോർമലി ഡ്രൈ ഫിഷ് കഴിക്കാറില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് വോമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ട്യൂണ ഞാൻ കഴിക്കാറുണ്ട്. അതിനെനിക്കൊരു ഒരു ബാഡ് ടേസ്റ്റോ സ്മെല്ലോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇവർ ഈ ബോട്ടിലാണ് പോയി ഫിഷ് പിടിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ച് അവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ബോയിൽ ചെയ്ത് സ്മോക്ക് കയറ്റിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരുടെ ഓൺ ബോട്ടാണ് കേട്ടോ. അതാ ഇവരുടെ. ഞാൻ പോർട്ടിൻ്റെ അവിടെ എത്തി. ഞാൻ പോകുന്ന ഷിപ്പാണ്. വെറുതെ പറയണേ മിസ് ചെയ്യുന്നൊക്കെ. ഞാൻ പോകുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് തുള്ളിച്ചാടും. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ പെർമിറ്റിലൊക്കെ സീലും ചെയ്തു, സൈനും ചെയ്തു. ഇനി എൻ്റെ ടിക്കറ്റിലും കൂടി സീൽ ചെയ്യാനും കിട്ടാം. വെയിറ്റിംഗ് ആണപ്പോൾ. എൻ്റെ ബാഗൊക്കെ ഓൾറെഡി അങ്ങോട്ട് കൊടുത്ത ഹെച്ച് ഷിപ്പിലേക്ക്. ലക്ഷദ്വീപ് മിനിക്കോയിലെ പോലീസ് താങ്ക് യു. അങ്ങനെ ഫൈനലി ഞാൻ ഷിപ്പിൻ്റെ അടുത്തതാ എത്താറായി. അറേബ്യൻ സീ. ഷാമിലയുടെ ഫാദർ, മുഹാസിൻ ബ്രോ കുറേ ഹെൽപ്പ് ചെയ്തു വരാനായിട്ട് പോകാനായിട്ട്. ദിവസം ഇവരെല്ലാം കൂടെ കറങ്ങിയപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. ഇപ്പൊ ഭയങ്കര സീനായിട്ട് ഫുള്ള് കിടന്ന് അനങ്ങിക്കൊണ്ടേയിരിക്കണ കേട്ടോ. ാണ് ഇങ്ങനെ. ഇപ്പൊ നല്ലപോലെ ഒന്ന് കവന്നിങ്ങടെ വന്ന് ഷിപ്പ്. ഞാൻ ശരിക്കും പേടിച്ചു. ഇവിടുത്തെ സീ ഭയങ്കര റഫ്. ബൈ ബൈ മിനിക്കോയ്. ഫൈനലി ഞാൻ മിനിക്കോയിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്നു ഗൈസ്. നിങ്ങൾ വരുമല്ലോ. ഇവരൊക്കെ ഇപ്പൊ തന്നെ വരും കൊച്ചിയിലെ വരും. ബൈ ബൈ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പൊ എന്റെ കൂടെ ഷിപ്പിലുണ്ടാവും. എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. എന്റെ ബെഡൊക്കെ സെറ്റായി കയറി. ഒറ്റക്കൊന്നല്ല, അറിയാവുന്ന കുറേ പേരുണ്ട് കൂട്ടത്തിൽ. ഇവരുടെ ഫാമിലിയുടെ കസിൻസും ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഇപ്പോഴേ തലകറങ്ങി തുടങ്ങി. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ടാബ്ലറ്റ് ഇപ്പോൾ കഴിച്ച് ജസ്റ്റ് വെറുതെ റിസ്ക് എടുക്കാറില്ല. ഞങ്ങൾ പുറത്തോട്ട് വന്നു. എനിക്ക് ഉള്ളിലിരിക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ. അപ്പോൾ പിന്നെ മാക്സിമം ടൈം പുറത്തിരുന്നതിനാ പ്രോബ്ലം ഇല്ലല്ലോ. പേരെന്താ? ഇവിടുത്തെ പോലീസ് താങ്ക്സ് ടു ഓൾ പോലീസ് ഓഫീസേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. എന്താ പറയുക, നല്ല പോലീസ് ഓഫീസേഴ്സാണ്. അത്യാവശ്യം
എന്താ ഭയങ്കര റൂഡൊന്നും അല്ല. എനിക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, ബട്ട് അതും അവർ സോർട്ട് ഔട്ട് ചെയ്തു. അങ്ങനെ എനിക്കിപ്പോൾ ഷിപ്പിൽ കയറാൻ പറ്റി. ടൈം ഇപ്പോൾ 4 PM ആയി. എടുത്തിട്ട് ഇപ്പോൾ 5 minutes ആയിട്ടാണ് ഷിപ്പിൻ്റെ ബ്രിഡ്ജിലേക്ക് കയറാണ്ട് പോകണേട്ടാ. മഴയുണ്ടോ? ആ സെറ്റ്. നല്ല മഴ, നല്ല അവിടെ കുറേ ഷിപ്പൊക്കെ പോകണം കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ടൈം 6:30 കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് വന്നേക്കാം കേട്ടോ. തലകറക്കം ഉണ്ടോ എന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇതിലിങ്ങനെ ആവുന്നതുകൊണ്ട് തല കറക്കമുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിതാ ഇപ്പോൾ കൊച്ചി എത്താറായി. എനിക്കിവിടെ നോക്കുമ്പോഴത്തേക്കും വൈപ്പിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ അറേബ്യൻ സീ എന്ന് പറഞ്ഞ ഈ ഷിപ്പിൻ്റെ വാഷ്റൂം ഭയങ്കര മോശമാണ്. പങ്കുവെച്ചിൻ്റെ വാഷ്റൂം ഭയങ്കര മോശം കേട്ടോ. കാരണം ഫോസറ്റും ഒന്നുമില്ല. പിന്നെ അത് ഭയങ്കര യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരാൾ അഫ്രീദയുടെ ഫാദറും മദറും എന്താണ് റൂം എടുത്തിരുന്നത്. അതുകൊണ്ട് അവിടുത്തെ വാഷ്റൂമാണ് നമ്മൾ യൂസ് ചെയ്തത്. അത് ആ റൂമിൽ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. അത്രയ്ക്ക് മോശമാണ് കേട്ടോ. വേറെ ലഗൂണിൽ വന്നപ്പോൾ എനിക്ക് ബംഗളൂരിൻ്റെ വാഷ്റൂമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, നല്ലതായിരുന്നു. പക്ഷേ ഇത് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിക്കോ. റൂമാണെങ്കിൽ കുഴപ്പമില്ല, ബംഗളൂരിൻ്റെ വാഷ്റൂമാണെങ്കിൽ പെട്ടുപോകും. താങ്ക് യു സോ മച്ച് ടു ഷാമില, ഷർമില, ഇസാന, ഫാസില, മുബീന, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഫാമിലി ഓൾസോ, ആൻഡ് റിലേറ്റീവ്സ്, കസിൻസ്, ഫ്രണ്ട്സ്, എവറി വൺ. കാരണം അവരൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഇത്രയും നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവരായിരുന്നു ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ പോകുന്നുള്ള പ്ലാൻസ് ഒക്കെ അവരുടെ ആയിരുന്നു. എനിക്ക് ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്തു തരണമായിരുന്നെങ്കിൽ അവരായിരുന്നു എല്ലാം ചെയ്തത്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. താങ്ക് യു സോ മച്ച് ടു ദം. ഫൈനലി ഞാനിങ്ങനെ കൊച്ചി എത്താറായി. താങ്ക് യു സീ ക്വീൻസ് ഫോർ ദിസ് വണ്ടർഫുൾ ട്രിപ്പ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോംലി ഫീൽ വരുന്നൊരു ട്രിപ്പ് എനിക്കൊന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപിൽ ഏതെങ്കിലും ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും സീക്വൻസിനെ തന്നെ കോൺടാക്ട് ചെയ്യാട്ടോ. ഒരു മടിയും വേണ്ട. അവർ നല്ല പാക്കേജസ് ആണ് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഞാൻ വരെ പോയി, അപ്പോൾ നാലച്ചക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പം വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. ഹോംലി ഫീലൊക്കെ തരുന്ന ഒരു ഇതായിരുന്നു. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കിയാണ് അവരെന്നെ ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.